അധ്യക്ഷൻ ശ്രീ കെ ആൻസൺ MLA, ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ പി രാജീവ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, കേരള ഓട്ടോമൊബൈൽസിൻ്റെ ചരിത്രത്തിൽ നിരവധി മഹത്തരങ്ങളായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് സാധിച്ചു എന്നത് വളരെ സന്തോഷകരമാണ്. മഹത്തരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനം വളർച്ചയുടെ ഒരു പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത ഇവിടുത്തെ തൊഴിലാളികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഞാൻ കണ്ട ആ പാത. ഇവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിന് അർഹമായ പ്രതിഫലം ലഭ്യമാകുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടിയുള്ള നല്ല പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നതോടൊപ്പം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അതിനാവശ്യമായ പിൻബലവും പിന്തുണയും ഇന്ന് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഈ പബ്ലിക് പൊതുരംഗത്തെ ഈ ജോയിൻറ്റ് വെഞ്ചർ ഇതൊരു പരീക്ഷണമല്ല, ഇത് വിജയകരമായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. ഈ സംരംഭത്തിൽ ബഹുമാന്യനായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ആർജിച്ചിട്ടുള്ള അറിവിലൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്. ഇത് പരസ്പര പൂരകങ്ങളായിട്ടുള്ളതാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ശേഷി, ഈ രണ്ട് സ്ഥാപനങ്ങൾക്കുമുള്ള അതിൻ്റേതായിട്ടുള്ള പ്രവർത്തന മികവ് പരസ്പരം പങ്കുവയ്ക്കപ്പെടാനും കേരള ഓട്ടോമൊബൈൽസിന് അതുവഴി വളരുവാനുമുള്ള അവസരമുണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. ഇപ്പോൾ ബഹുമാന്യനായ ഡയറക്ടർ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ അവർക്ക് ഔട്ട്ലെറ്റുകളുണ്ട്. അവർക്ക് കമ്പോളത്തിൽ ആധിപത്യമല്ലെങ്കിലും അവർക്ക് ശേഷിയോടുകൂടിയുള്ള ഇടപെടൽ ശേഷിയുണ്ട്. നമുക്ക് ആവശ്യം അതാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളിൽ പോലും മാർക്കറ്റ് ഉണ്ടായിരുന്നതാണ് കേരള ഓട്ടോമൊബൈൽസ്. അവിടെ നിന്ന് നിർഭാഗ്യവശാൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോയി. എന്നാൽ ഇന്നിപ്പോൾ ഈ സ്ഥാപനവുമായുള്ള നമ്മുടെ കൂട്ടുകെട്ട്, ഈ ജോയിൻറ്റ് വെഞ്ചർ നമ്മെ ഇന്ത്യയിലെ ഈ രംഗത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തമാകും എന്നുള്ള പരമവിശ്വാസത്തോടുകൂടി, പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈ സംരംഭത്തിന് എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ ഗവൺമെൻറ്റിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കേരള ഓട്ടോമൊബൈൽസിലെ തൊഴിലാളികളുടെ കൂടി ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സഹാക്കളെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം.